ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ജനിതക ശാരീരിക വ്യത്യാസങ്ങൾ മാത്രമുള്ളവരെ ഉൾപ്പെടുത്തുന്നതാണ് ബിൽ. അന്തസ്സിനുള്ള അവകാശത്തെ ലംഘിക്കുന്നുവെന്നാരോപിച്ച് DMK, NCP, RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ എതിർത്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബിൽ ഇപ്പോൾ ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നത് സർക്കാർ. പക്ഷേ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഉള്ളടക്കം എന്താണ്? മറ്റു വിവരങ്ങൾ? ദിൽന അമൽ, ട്രാൻസ് ജെൻഡർ വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രമന്ത്രി വീരേന്ദ്ര സിംഗ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ലിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ അവകാശ സംരക്ഷണങ്ങൾ, അവർക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ ദുരുപയോഗം തടയുക എന്നീ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് അവകാശപ്പെട്ടത്. ഈ ബില്ലാണ് ഇന്ന് ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. ഈ ബില്ലിൽ പ്രധാനമായും സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിനുള്ള അവകാശം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിർവചനം ജൈവശാസ്ത്രപരമായോ സാംസ്കാരികപരമായോ ആയ വിഭാഗങ്ങളിലേക്ക് പരിമിതപ്പെടുത്തുന്നതാണ് ഈ ബില്ല്. അതേസമയം ഈ ബില്ലിനെതിരെ നേരത്തെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. കാലങ്ങളോളം ഉള്ള സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് ഈ ബില്ല് എന്നാണ് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. എന്നാൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള അവകാശത്തെ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് ഈ ലോക്സഭയിൽ DMK, NCP, കോൺഗ്രസ്, ശിവസേന, RJD, സമാജ്വാദി പാർട്ടി കൂടാതെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ ബില്ലിനെ എതിർത്തു. ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർത്തു. എന്നാൽ സ്വയം തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അവകാശം നൽകുകയാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് BJPയും ഒപ്പം തന്നെ NDA സഖ്യകക്ഷികളും ഈ ബില്ലിനെ അനുകൂലിച്ച് സംസാരിച്ചത്. എന്തായാലും ശബ്ദവോട്ടോടുകൂടിയാണ് ബില്ല് പാസ്സായിരിക്കുന്നത്. അതേസമയം ഈ ബില്ലിനെതിരായ പ്രതിഷേധം തുടരും എന്നാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള സംഘടനകൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.